ഹലോ, അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് എല്ലാവരുടെ വിശേഷം? ഇന്ന് ഞാൻ രാവിലത്തെ തന്നെ എൻ്റെ രാവിലത്തെ കുറച്ച് വീഡിയോസ് ഇടാമെന്ന് വിചാരിച്ചു. അധികം രാവിലെ ഒന്നും അല്ല കേട്ടോ. എന്താ വെച്ചാൽ പുറത്തിറങ്ങാൻ മഞ്ഞ് കാരണം ഞാൻ അപ്പം അത്ര നേരത്തെ അങ്ങോട്ട് പുറത്തിറങ്ങണില്ല. ചെറിയൊരു കഫം കെട്ടും ചുമക്കെ ഉള്ള കാരണം പുറത്ത് കുറച്ച് വൈകിട്ടാണ് ഇറങ്ങുന്നത്. അപ്പോൾ എൻ്റെ പച്ചക്കറിത്തോട്ടമാണ്. അതിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. തക്കാളി, അമര, വെണ്ട അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത്. അപ്പോൾ അതൊക്കെ ഞാൻ പൊട്ടിച്ചു. അത് കുറച്ചൊക്കെ കിട്ടി. അതൊക്കെ ഇങ്ങനെ കൊണ്ടു വരികയാണ്. പിന്നെ ഞാൻ ചായ ഉണ്ടാക്കി കുടിച്ചിട്ടില്ല. അപ്പം ചെറിയൊരു തൊണ്ടയിൽ ഒരു ബുദ്ധിമുട്ട് ഇതൊക്കെ ഉള്ള കാരണം വേഗം വന്നു ഞാൻ ചായ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ചായയൊക്കെ ഉണ്ടാക്കി. അതുപോലെ പുറത്ത് ഞാൻ കറി ഉണ്ടാക്കുകയാണ്, സാമ്പാർ. ഇതാണ് കേട്ടോ ഞങ്ങൾ പൊട്ടിച്ച പച്ചക്കറികൾ. തക്കാളിയും വെണ്ട അമരയാണ് ഇപ്പോൾ ഞാൻ പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ദോശമാവ് അരച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ദോശയാണ് ഉണ്ടാക്കുന്നത്. അങ്ങനെ ഒരു ഗ്ലാസ് ചായയൊക്കെ കുടിച്ചു. അതൊക്കെ കഴിഞ്ഞ് ഞാനിതാ ദോശ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. പിന്നെ ഞാൻ ഇന്ന് മീൻ വാങ്ങിയത് സ്രാവായിരുന്നു. അപ്പോൾ ഞാനത് കറി വെക്കാമെന്ന് വിചാരിച്ചു. അതിൽ ഞാൻ ഉലുവയും വെളിച്ചെണ്ണയിൽ ഉലുവ ഒന്ന് പൊട്ടിക്കും. പിന്നെ അതിൽ ചുവന്നുള്ളിയാണ് ഞാൻ മെയിനായിട്ട് ഇടുക. ചുവന്നുള്ളി ഇട്ട് നന്നായിട്ട് വഴറ്റി ഒരു ഗോൾഡൻ കളർ വരുന്ന വരെ നന്നായി വഴറ്റിട്ടാൽ ഞാൻ എൻ്റേതായ ഒരു കറിയാണ് ഞാൻ പറയണത്. ഞാൻ സ്രാവിൻ്റെ തലയാണ് ഇട്ടെന്ന് കറി വെക്കണം. ഇവിടെ തലക്കറി ഇഷ്ടമാണ്. അപ്പോൾ തലക്കറിക്ക് നല്ല കൊള്ളി ഉണ്ടെങ്കിൽ പുഴുങ്ങിയിട്ട് അതും കൂടി ആകുമ്പോൾ നല്ല സൂപ്പറാണ് കേട്ടോ, അടിപൊളിയാണ്. പിന്നെ ഞാനിതിൽ ചുവന്നുള്ളി വേപ്പിൻ്റെ ഇലയൊക്കെ ഇട്ട് നന്നായിട്ട് വഴറ്റി ഗോൾഡൻ കളറാവുന്ന വരെയാണ് കേട്ടോ വഴറ്റുന്നത്. പിന്നെ അതൊന്ന് ജസ്റ്റ് ഒന്ന് മൂടിയിട്ടിട്ട് ഒന്നുകൊണ്ട് വേവിച്ചെടുക്കും. എന്നിട്ട് പിന്നെ ഞാൻ അതിലേക്ക് മസാലയൊക്കെ ഇടും. മല്ലി, മുളക്, മഞ്ഞൾ, ഉപ്പൊക്കെ ഇട്ടിട്ടാണ്. പിന്നെ 2 തക്കാളി ഇട്ടിട്ടുണ്ട്. കുറച്ച് പുളിവെള്ളം ഒഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. വീണ്ടും ഞാൻ കുറച്ചും കൂടി പുളിവെള്ളം ഒഴിച്ച് ബാക്കിയുള്ള ബാലൻസ് വന്ന പുളിവെള്ളം കൂടി ഒഴിച്ചു. അതിലേക്ക് സ്രാവിൻ്റെ തലയാണ് ഞാൻ ഇടുന്നത് കേട്ടോ, തലക്കറി. അപ്പോൾ അത് സ്രാവൊക്കെ ഒന്ന് അതിലേക്ക് ഇട്ട് വെച്ചു. എന്നിട്ട് ജസ്റ്റ് ഒന്ന് മൂടിയിട്ടിട്ട് കുറച്ച് നേരം വേവിച്ചു കേട്ടോ. നല്ല ടേസ്റ്റാണ്. എനിക്ക് തലക്കറീനോട് കുറച്ച് ഇഷ്ടമാണ്. അങ്ങനെ ആ കറിയൊക്കെ ഉണ്ടാക്കി. കറിയൊക്കെ വെന്ത് അടിപൊളിയാണ് കേട്ടോ. ഇന്ന് ഇത്രയും കുറച്ച് വീഡിയോസാണ് ഞാൻ ഇടുന്നത്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.